എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബെൻസിസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ മതിയാകും ഈ ഒരു ഗോതമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഗോതമ്പ് കൂടെ നമുക്ക് പായസമാക്കണമെന്നില്ല. ബാക്കി നമുക്ക് ഉപ്പുമാവൊക്കെ തയ്യാറാക്കാം. ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാനിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒരു വിസിലടിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒരു വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ മുഴുവനും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് ശർക്കരയാണ്. ആ ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ അതിലെ കല്ലൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. അപ്പോൾ ശർക്കര ഇതുപോലെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടറോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ നെയ്യും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ശർക്കര ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നുറുക്ക് ഗോതമ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ഒരു പായസം ഒരുപാട് കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പും ഈ ശർക്കരയും കൂടി നന്നായിട്ട് നെയ്യും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് കുറുകി വരും. അതുപോലെ ഇതിൽ കിടന്ന് നന്നായിട്ട് ഈ ഒരു നുറുക്ക് ഗോതമ്പ് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ. ഇനി നമ്മളിതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് 2ാം പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് പശുവും പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പശുവും പാലാണെങ്കിൽ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. അതിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്കും ഇതിലേക്ക് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലും ഈ ഒരു ശർക്കരയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇടവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച് ഇത് കുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി അതുപോലെ ജീരകം അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. പാലും ചേർത്തിട്ടും ഈ ഒരു പായസം പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പാലൊന്നും പിരിഞ്ഞു പോവില്ല. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാലെന്ന് പറയുമ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ അതും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ തേങ്ങാക്കൊത്ത് അങ്ങനെ കിട്ടാറില്ല ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുറുകിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പശുവും പാൽ വെച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സമയമാണ്. അപ്പോൾ റേഷൻ കട വഴി കിറ്റൊക്കെ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്